Just like the seed, I don't know where to go. Through dirt and shadow I grow. I'm reaching light through the struggle. Just like the seed, I'm chasing the wonder. I unravel myself, all in slow motion. You cannot eat money or love. You cannot eat money or love. And the last tree has fallen and the rivers are poison. You cannot eat money or love. You cannot eat money or love. You cannot eat money or love. And the last tree has fallen and the rivers are poison. You cannot eat money or love. Or love. ഞങ്ങൾ മാട്രിമോണി ത്രൂ കണ്ടുമുട്ടിയതായിരുന്നു. അപ്പം ഫസ്റ്റ് ചെറിയ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പം 8 മാസം എറൗണ്ട് നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പം ഇനിഷ്യലി ഞാൻ വിചാരിച്ചത് മാരേജിൻ്റെ ടൈമിൽ മാത്രമാകുമ്പോഴത്തേക്കും കാണാൻ ഓർത്തിട്ടായിരുന്നു. പിന്നെ കുറച്ച് ബെറ്റർ എന്തൊക്കെ പറഞ്ഞാലും നേരിട്ട് ഒന്നുകൂടെ കണ്ടിട്ട് കുറച്ചും കൂടെ റിലേഷൻഷിപ്പും സ്ട്രോങ് ആകുമല്ലോ. അപ്പം സെപ്റ്റംബറൊക്കെ ആയപ്പോഴാണ് നാട്ടിൽ വന്നത്. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഫസ്റ്റ് ടൈമായിട്ട് നേരിട്ട് കാണുമല്ലേ, പെട്ടെന്ന് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആവുമോ, എന്തെങ്കിലും ഡിഫറൻസ് കാണുമോ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുന്നേ പരിചയമുള്ള ആളെ പോലെ തന്നെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവാൻ പറ്റി, ക്ലോസ് ആവാൻ പറ്റി, കുറേ കൂടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി. പുള്ളിക്കാരി ആദ്യമത്തെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ വളരെ എലാബറേറ്റ് ആയിട്ട് സംസാരിക്കുന്ന, ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, ഫാമിലീസിനും ഒക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന അങ്ങനെ ഒരാളായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് മാട്രിമോണി ആകുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരാളെ മനസ്സിലാക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. നമുക്കൊരു എന്താ പറയുക, ഒരു ഫാമിലി, നമ്മുടെ ഫാമിലിയിൽ ചേർക്കേണ്ട ഒരാളാണല്ലോ. ഇങ്ങനെയാണല്ലോ, ഇതാണല്ലോ നമ്മുടെ എൻഡ് ഓഫ് ലൈഫ് വരെ കൊണ്ടു നടക്കേണ്ട ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെയൊക്കെ തന്നെ പുള്ളിക്കാരി ആ ക്വാളിറ്റീസ് ഇനീഷ്യലി കാണിച്ചിരുന്നത് അഭിനയമല്ല, ഇപ്പോഴും അങ്ങനത്തെ ഒരാളാണെന്ന് തന്നെ ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി സ്റ്റിൽ അങ്ങനെ തന്നെയാണ്, ഒരു ചേഞ്ചും വന്നിട്ടില്ല കാര്യമായി. കുദാശയിലൂടെ ഒരു കുടുംബം സ്ഥാപിക്കുവാൻ വേണ്ടി അവിടുന്ന് യോഗ്യനാക്കിയത്. അവിടുന്ന് ഈ മകൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇവനെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ഇഷ്ടമനുസരിച്ച്, നിന്റെ ഇങ്ങനെ മനസ്സിലാക്കി, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ വിവാഹമെന്ന കുദാശ സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ പുറപ്പെടുന്ന ഈ മകനെ അവിടുത്തെ പരിപാലനയ്ക്ക് കൃപയ്ക്കുമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകി ഇവനെ അനുഗ്രഹിക്കുകയും എല്ലാവിധ കൃപാവരങ്ങളും നൽകി അവിടുന്ന് സമൃദ്ധമായി ഇവനെ സംരക്ഷിക്കുകയും ചെയ്യണം. കർത്താവെ, ഈ ദിവസത്തെയും ഇന്നത്തെ ചടങ്ങുകളെയും ഈ കുടുംബവുമായി ബന്ധത ചേരുന്ന കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ മകന് വേണ്ടി നീ തിരഞ്ഞെടുത്ത മകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവളെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സൗകുമാര്യങ്ങളും നൈർമല്യവും നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തെ അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ജീവിത പങ്കാളിയായി ലഭിച്ച തൻ്റെ ഭാര്യയോട് ചേർന്ന് ജീവിതം സന്തോഷവും സമാധാനവുമായി ആരംഭിക്കുവാനും എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടമനുസരിച്ച് സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ സ്വർഗം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഈ മകനെ നീ അനുഗ്രഹിക്കുന്നു. ഈ മകനെ ജന്മം നൽകി വളർത്തി വലുതാക്കി നിന്റെ ഇഷ്ടമനുസരിച്ച് ഇന്ന് വിവാഹമെന്ന കുദാശ സ്വീകരിക്കുവാൻ യോഗ്യരാക്കി തീർത്ത ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ ഇവരിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.
കർത്താവ് ഇവരുടെ ജീവിതത്തിൽ നീ നൽകിയ അനുഗ്രഹങ്ങൾ, ദാനങ്ങൾ സന്തോഷമായി സ്വീകരിച്ച് സമൃദ്ധിയായി വളർത്തി ഇന്ന് നിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ഈ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുടുംബത്തെയും ഈ കുടുംബാംഗങ്ങളെയും എന്നും അവിടുന്ന് കൈപിടിച്ച് നടത്തുകയും ഇവരുടെ ജീവിത വഴിത്താരയിൽ അവിടുന്ന് ഇവർക്ക് തുണയാകുകയും ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും അനുഗ്രഹവും ഈ കുടുംബത്തിൻ്റെ മേൽ ധാരാളമായി ചൊരിയുന്ന ഒരു വലിയ ദിനമായിട്ട് ഇതിനെ മാറ്റണമേ. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ തിരുസുതൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും പരിശുദ്ധ കന്യാമരത്തിൻ്റെ മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുന്നു. അമ്മേ മാതാവേ, നസ്രത്തിലെ കുടുംബം പോലെ ഈ കുടുംബവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കി മാറ്റുകയും അവിടുന്ന് ഈ കുടുംബത്തിന് മേൽ ധാരാളമായിട്ട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. യോസേപ്പ് പിതാവേ, കുടുംബങ്ങളുടെ കാവൽക്കാര ഈ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിന് അവിടെ നൽകുന്ന കാവലും പരിപാലനയും അനുഭവിക്കുവാൻ ഇവർക്ക് ഇടയാകണമേ. ഇവർക്ക് വേണ്ടി അവിടുന്ന് കരുതലുള്ള കാര്യസ്ഥനായിട്ട് എപ്പോഴും ഇവിടെ കൂടെ ആയിരിക്കണം. കൈപിടിച്ച് നടത്തണമേ. ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് താങ്ങും തണലുമായി തീരണമേ. Trying to find a song, been writing all night long, been writing all night long. I'm trying to find my feet, but I can barely breathe, I can barely breathe. 'Cause you don't know what it means to me. You don't know what I believe. You don't know what it means to me. You don't know what I wanna be. Still so far away, she lies waiting in the shade of Olive Grove, and I know there's no place I'd rather go. You can taste the salt float in the wind, and every time she comes dancing in my mind, I'm alive.
she's hiding in the pines. You can find her like a diamond in the dust. And when I'm gone, I long to be where I belong, just to feel the sun and hear the children play. And every time she comes dancing in my mind, I'm alive, I'm alive, I'm alive again. I've been watching you for some time. Can't stop staring at those ocean eyes. Burning cities and napalm skies. 15 flares inside those ocean eyes. Your ocean eyes on fire. You really know how to make me cry when you give me those ocean eyes. I'm scared. Never falling from quite this high, falling into your ocean eyes. Those ocean eyes. I've been walking through a world gone blind. Can't stop thinking of your diamond mind. Careful creature made friends with time. He left her lonely with the diamond mind. And those ocean eyes on fire. You really know how to make me cry when you give me those ocean eyes. I'm scared. ദൈവം നന്മയുള്ളതാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഇന്നത്തെ കൂടാശയിലേക്ക് കൂടാശ വിവാഹങ്ങളുടെ കൂടാശ പരിഹാരം ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഈ ഉമ്മർപോയി ഇടവക കുടുംബത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. Never falling from quite this high, falling into your ocean eyes. Those ocean eyes. You really know how to make me cry when you give me those ocean eyes. I'm scared. I'm never falling quite this high, falling into your ocean eyes. Those ocean eyes. ഏതൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ
നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അണിയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമൂടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന ആന്തരിക രക്തം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നവളാണല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുക. ഒന്നണയാനായി കാത്തു ഞാൻ, അരികിലായി നീ വന്നു ചേർന്നാൽ പാടിടാം ഞാനോ ശാന. ഒരുക്കത്തിനും ഒടുവിൽ അവരിൻ്റെ കൂദാശ സ്വീകരിക്കുവാനായിട്ട് കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും വലിയ ഒരു ഉത്തരവാദിത്വമുള്ളത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പക്ഷേ ഇവരെ ക്ഷണിച്ചിട്ടുള്ളത് ഈ പള്ളിയിൽ ഇത്രയും പേരെ ആയിരിക്കില്ല, ഇതിലും ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടാവും. ഒരു ഭൂരിഭാഗം ആൾക്കാരും ഭക്ഷണ മുറിയിലേക്കായിരിക്കാം വരിക. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അത് സിജിനും ആഗ്നസിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളവരാണ്. തീർച്ചയായും ആ ഒരു കടമ, ആ ഒരു ഉത്തരവാദിത്വം നമ്മളത് പൂർത്തിയാക്കുക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ നിമിഷം നേരുകയും, അതായത് വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിക്കുന്നത് ദൈവമാണ് എന്നുള്ളതാണ്. അവിടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്നപ്പോഴേക്ക് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സിജിനും ആഗ്നസും വിവാഹമെന്ന കുദാശയിലൂടെ ഒരു കുടുംബമായി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവിധത്തിൽ വളർന്നു വരിക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ ഭാഗം നമ്മൾ ഭാഗമായി തീരുമ്പോൾ ഈ ദൈവം തന്നെ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ വിശുദ്ധ കുർബാന കല്യാണത്തിന് വായിച്ച് കേട്ട് പരിചയപ്പെട്ടൊരു ഭാഗം കാനായിലെ കല്യാണ വിരുന്നിന് കിണറ്റിൽ കിടക്കുന്ന വെള്ളം കരയിലിരിക്കുന്ന കൽഭരണിയിലേക്ക് പകർന്നപ്പോഴല്ല അത് വീഞ്ഞായിട്ട് മാറിയത്. കർത്താവ് അതിനെ ആശീർവദിച്ചപ്പോൾ അത് മേൽത്തരം വീഞ്ഞായിട്ട് മാറി വന്നത്. താമരശ്ശേരി രൂപതയിലെ വലിയ കൊല്ലി ഇടവകയിലുള്ള ആഗ്നസും തലശ്ശേരി രൂപതയിലെ ഉമ്മറപ്പൊയിൽ ഇടവകയിലെ സിജിനും ഈ കാനായിലെ ഈ കല്യാണ വീട്ടിലെ കിണറ്റിൽ കിടക്കുന്ന വെള്ളവും കരയിലിരിക്കുന്ന കൽഭരണിയും പോലെ പരസ്പരം ബന്ധമില്ലാതെ രണ്ട് സ്ഥലങ്ങളിലുള്ളവരാണ്. പക്ഷെ അവർ രണ്ടുപേരും കർത്താവിന്റെ സന്നിധിയില് പുരോഹിതനോടെ ഈശോവിനെ ആശീർവദിക്കുമ്പോൾ ഇവരുടെ ജീവിതം മേൽത്തരമായ ഒരു കുടുംബ ജീവിതമായിട്ട് ഉയർത്തപ്പെടുകയാണ് എന്നുള്ളതാണ് സാരം. ഇത് ദൈവം അനുഗ്രഹിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും വിവാഹ ഉദാശയിൽ പങ്കുചേർന്നുണ്ടെങ്കിലും ആരംഭത്തിലുള്ള ഗാനം അധികം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അപ്പോഴായിരിക്കും അതുകൊണ്ട് ഇഷ്ടമല്ല ധരിച്ച് വരുന്ന ഒരു സമയമാണ്, ചെക്കാൻ വേണ്ടത് കറന്ന ഒരു സമയമാണ്. പാട്ടുകാരോട് ഭംഗിയായിട്ട് പാട്ട് പാടും. ഏതുള്ളത് മാലാഖമാർ പാടുന്ന സമയം. അതിന്റെ രണ്ടാം സൈസ് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചില്ല, നേരത്തെ വന്നതാണ് അത് ശ്രദ്ധിച്ചു. ദൈവത്തിന്റെ ഒരു ഉടമ്പടിയാണ്. ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു.
അല്ലെ? വിവാഹം എന്ന കൂതാശ ഉടമ്പടി ഇസ്രായേൽ ജനവുമായിട്ട് ചെയ്ത ഒരു ഉടമ്പടി, ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി. അതായത് പഴയ നിയമത്തില് രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി സ്ഥാപിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ, അതായത് മനുഷ്യനും തമ്മിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതും ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതും പഴയ നിയമത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താ? ഉടമ്പടി സാധാരണ എഗ്രിമെന്റ് പോലെയല്ല, എഗ്രിമെന്റ് പിൻവലിക്കാം. പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ ഒത്തുവെച്ചാൽ പിന്നീട് അതിന് പിന്മാറ്റമില്ല എന്നുള്ളതാണ്. നമ്മളത് ഉടമ്പടി നമ്മളത് എല്ലാം കൊണ്ടും ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നമ്മൾ ഉടമ്പടി ഒപ്പുവെക്കുക. ഉദാഹരണം, വിവാഹം എന്ന കുദാശയ്ക്ക് മുമ്പ് നമ്മൾ മനസ്സമ്മതം എന്നുള്ള ഒത്തുകമ്മിയാണ് പേരിലെ നമ്മൾ സമ്മതം കൊടുത്താൽ അതൊരു എഗ്രിമെന്റ് പോലെയാണ്. പക്ഷെ വിവാഹം എന്ന ഈ ഉടമ്പടിക്ക് വേണ്ടിയുള്ള എഗ്രിമെന്റ്, ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് പിന്മാറ്റമില്ല എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ മനുഷ്യനും തമ്മിൽ ഉടമ്പടി ഉള്ളതാണെന്ന് പറഞ്ഞു, ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി കാണുമെന്ന് പറഞ്ഞു. ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി വെച്ചിട്ടുണ്ട്. വിവാഹം എന്ന കൂദാശ ഇത് മനുഷ്യനും തമ്മിൽ ഉടമ്പടി. സിജിനും ആഗ്രഹം തമ്മിൽ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ഉടമ്പടി ചെയ്യുകയും ഞങ്ങൾ വിവാഹങ്ങളുടെ കൂദാശയിലൂടെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഈശോ പറഞ്ഞതുപോലെ രണ്ടായിട്ടല്ല ഒറ്റ ശരീരമായിട്ട് ദൈവം യോജിച്ചതുപോലെ ജീവിച്ചു കൊള്ളാവുന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉടമ്പടി വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ സിജിനും ആഗ്നസും ദൈവവുമായിട്ട്, അതായത് മനുഷ്യനും ദൈവവുമായുള്ള ഒരു ഉടമ്പടി കൂടെയാണ് വിവാഹം എന്ന കൂദാശ. അതുകൊണ്ടാണ് വിവാഹം എന്ന കൂദാശയ്ക്ക് അത്രമേ ഒരുക്കം നമ്മൾ കൊടുക്കുക. വിവാഹ കൂദാശയ്ക്ക് വേണ്ടി പ്രത്യേക കോഴ്സ് ഉണ്ട്. അതിനുശേഷം നമ്മൾ കുംഭസാരം കേൾക്കണം. അതിനുശേഷം നമ്മൾ വേദവാദം പറഞ്ഞു. അതിരുവാന ശേഷം പിന്നെ വേദവാദം പറഞ്ഞു വിവാഹത്തിന് മുമ്പാണ്. അതുപോലെ പ്രാർത്ഥിച്ച് ഒരുക്കി ഈ കൂദാശയ്ക്ക് വേണ്ടുന്ന കാരണം പലപ്പോഴും നമ്മുടെ വിവാഹ ആഘോഷങ്ങളൊക്കെ വെറും ആഘോഷങ്ങളായിട്ട് മാറിപ്പോകുന്നതോ എന്ന് പേടിയുള്ളതുകൊണ്ട് നമ്മളത് ആത്മീയതയുടെ ആഘോഷമായിട്ട് മാറ്റണം നമ്മുടെ വിവാഹം എന്ന കൂദാശ. വളരെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. വിശുദ്ധ ഗ്രന്ഥത്തില് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തില് ബാലനായ യേശുവിനെ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട്, രംഗം. അവിടെ ഈശോയെ കാണാതാകുന്ന ബാലനായ ഈശോയെ കാണാതായി ഒരു ദിവസം പിന്നിട്ട് കഴിയുമ്പോഴാണ് അപ്പനും അമ്മയും തിരിച്ചറിയുന്നത് കുഞ്ഞി ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം. ഈ അപ്പനും അമ്മയും പരസ്പരം പഠിക്കുന്നില്ല, അല്ലെ? നമ്മളൊക്കെ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയേ, നീക്ക് ഒരു തവളയാണോ, കൊച്ചിനെ നോക്കുന്ന ഉത്തരവാദിത്തമില്ലേ, അല്ലെ? എന്തൊക്കെ പറയും അമ്മമാര് തിരിച്ചു പറയും, അപ്പനാണ് അപ്പൻ കൊച്ചിനെ നോക്കണേ, അല്ലെ? ചിന്തകളും അല്ലെ? ഭയങ്കര ബഹളം വെക്കേണ്ട ഒരു സാഹചര്യത്തെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും പരസ്പരം പഠിച്ചറിയാതെ അവർ ഒരുമിച്ച് അതിന് പരിഹാരം തേടുകയാണ്. ഈ ഭാഗം പഠിപ്പിക്കുന്നു. ഇന്നു മുതൽ ഇതുവരെ സിജിൻ ഒറ്റയ്ക്കാണ് ഇത് ജീവിച്ചത്, ഈ ആഗ്നസ് ഒറ്റയ്ക്കാണ് ജീവിച്ചത്. നിങ്ങൾ തീരുമാനിക്കുന്ന ഏകദേശം ഏറെക്കുറെ മാതാപിതാക്കൾ സഹായമുണ്ടെങ്കിലും ഏറെക്കുറെ ഒരുമിച്ച് അല്ല ഒറ്റയ്ക്ക്. നിങ്ങൾ ഒരു പ്രശ്നത്തിന് പരിഹാരം ചിന്തിച്ചത് ഒരു ഒറ്റയ്ക്ക്. ഇന്നു മുതൽ നിങ്ങൾ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ അതിന് ഉത്തരം ലഭിക്കുമെന്ന് ആ സുശേഷ നമ്മൾ ഓർമ്മിക്കുന്നു. നമ്മൾ സാധാരണ നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹം കൂടുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ളവരെ സ്നേഹം കൂടുമ്പോൾ ചില ചെല്ലപ്പേരുകളൊക്കെ വിളിക്കും, അല്ലേ? മുത്തേ, കരളെ, പൊന്നെ, അല്ലേ? ഇതെല്ലാം പോലെ വിളിക്കും, അല്ലേ? പരിചയമുള്ളവർ വേണ്ട ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മള് ചോദിച്ചാൽ പറയും അവളെ മുത്താണെന്ന് പറയും, അല്ലേ? ജിതേഷോട് ചോദിച്ചാൽ പറയും, സീനിയർ പറയും അവളുടെ കരളാന്ന് പറയും. പിന്നെ എനിക്ക് വേദനയുള്ളത് ശാസ്ത്രങ്ങളോട് ചോദിച്ചാലും പറയും ഇതിന്റെ ഹൃദയത്തിന്റെ തെളിവാണെന്ന് പറയും, അല്ലെ? അപ്പൊ നമ്മൾ ജീവിത പങ്കാളിയെ കുറിച്ച് സമ്പ്രദായമൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. ഈശോയോട് ചോദിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ കാണാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, നിങ്ങളെന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തില് ഇതിനാലും വായിക്കുന്നുണ്ട്, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവർക്ക് കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. നിങ്ങളെ സ്പർശിക്കുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. സിജിൻ ആഗ്നസും കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. കണ്ണിന്റെ പ്രത്യേകത എന്താ? കണ്ണ് രണ്ടും ഒരുമിച്ചാണ് നോക്കുക, അല്ലെ? രണ്ടും ഒരുമിച്ചാണ് നോക്കുക. ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കിയാൽ അത് പക്വതയില്ലാത്തൊരു നോട്ടമാണ്, അബദ്ധമായി നോട്ടമാണ്. ഒരു കണ്ണ് മാത്രം കരഞ്ഞാൽ അത് അസുഖമാണ്, കണ്ണിന് സുഖം പറയും. കരയുമ്പോൾ രണ്ട് കണ്ണ് ഒരുമിച്ച് കരയും, സന്തോഷിക്കുമ്പോൾ രണ്ട് കണ്ണ് ഒരുമിച്ച് സന്തോഷിക്കും.
നോക്കുമ്പോഴും ഉറങ്ങുമ്പോഴെല്ലാം ഈ രണ്ട് കണ്ണും ഒരുമിച്ച് ചെയ്യുക. ഇന്ന് നിങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ കൃഷ്ണമണികളായിരിക്കെ നിങ്ങൾ നോക്കുന്നതും നിങ്ങൾ കരയുന്നതും നിങ്ങൾ ചിരിക്കുന്നതും, അതായത് സിജിന്റെ സന്തോഷം ആഗ്നസിന്റെ സന്തോഷമായി മാറണം, ആഗ്നസിന്റെ സങ്കടം സിജിന്റെ സങ്കടമായിട്ട് മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ അമ്മയും ഔസരിതാവിനെയും പോലെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഒരുമിച്ച് പരിഹാരം കാണണം എന്നുള്ളത് അവരൊരിക്കലും പഠിക്കുന്നില്ല. ദൈവത്തെ കണ്ട ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന പ്രകാരമാണ്, മകനെ നിന്റെ പിതാവും ഞാനും നിന്നെ തേടി കഷ്ടപ്പെടുകയാണ്. പക്ഷേ ഞാൻ കപ്പൽ നല്ല പറഞ്ഞത് നിന്റെ പിതാവും ഞാനും. പരിശുദ്ധ ആദ്യം സ്ഥാനം കൊടുത്തത് അപ്പൻ. അതായത് സിജിന് മുതൽ സിജിന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്, ആദ്യത്തെ സ്ഥാനം കൊടുക്കേണ്ടത് ആഗ്നസ്. ആഗ്നസ് ജീവിതത്തിന് നല്ലൊരു സ്ഥാനം കൊടുക്കേണ്ടത് സിജിന്. സ്വന്തം ഇഷ്ടങ്ങളെക്കാളും ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്കും നമ്മൾ സ്ഥാനം കൊടുത്താൽ നമ്മുടെ കുടുംബ ജീവിതം അനുഗ്രഹപ്രദവും സമാധാനവുമായി തീരുമെന്ന് സുവിശേഷ പാഠങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു കഥ കൂടെ പറയാം. പണ്ട് വായിച്ചു കേട്ട ഒരു കഥയാണ്. അമ്മ ബിസ്ക്കറ്റ് ഉണ്ടാക്കുക. ബിസ്ക്കറ്റ് ഉണ്ടാക്കി അശ്രദ്ധ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഈ ബിസ്ക്കറ്റ് കരിഞ്ഞു പോയി പാവപ്പെട്ട വീട്ടില്. പിന്നീട് ബിസ്ക്കറ്റ് മാറ്റിയിട്ടുണ്ടാക്കാം. പിന്നെ അവിടെ മാവൊന്നുമില്ല. അമ്മയ്ക്ക് ആ വിഷമമായി. അപ്പം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. മകൻ കണ്ടു ഈ കരിഞ്ഞ ബിസ്ക്കറ്റ് ഇന്ന് അമ്മയ്ക്ക് രണ്ടെണ്ണം കിട്ടും മകനും വിചാരിച്ചു. പക്ഷേ ഈ അപ്പനെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ ബിസ്ക്കറ്റ് ആസ്വദിച്ച് കഴിച്ചു. അമ്മ പോയി ക്ഷമാപണം നടത്തി. അതെ, ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ എന്റെ അശ്രദ്ധ കൊണ്ട് അല്പം കരിഞ്ഞു പോയി, ക്ഷമിക്കണം. അപ്പോൾ ഈ അപ്പം പറഞ്ഞു, പ്രിയെ നീ എന്തിനാണ് എന്നോട് ക്ഷമാപണം ചോദിക്കുന്നത്? കരിഞ്ഞ ബിസ്ക്കറ്റ് ഇഷ്ടമാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പന് ബിസ്ക്കറ്റ് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. മകൻ പിന്നീട് ചോദിച്ചു, അപ്പന് ശരിക്കും കരിഞ്ഞ ബിസ്ക്കറ്റ് ഇഷ്ടമാണോ? അമ്മയെ ഞാനൊന്നും പറയാനേ. അപ്പൊ ഈ അപ്പം പറഞ്ഞു, കരിഞ്ഞ ബിസ്ക്കറ്റ് എന്റെ ഹൃദയത്തെ പുറപ്പെടുത്തുകയില്ല. പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ എന്റെ അമ്മയുടെ ഹൃദയത്തെ പുറപ്പെടുത്തിയേക്കാം. പ്രിയമുള്ളവരെ, ഈ കഥയിൽ നിന്ന് നമുക്കൊരു സാരാംശം മാത്രം പറയുകയും, നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തില് കുറവുകൾ സംഭവിക്കും. എല്ലാ കുറവുകളും ശാസിക്കാനും തിരുത്തപ്പെടാനുള്ളതല്ല. ചിലതൊക്കെ സ്നേഹത്തോടെ ക്ഷമിക്കാനും കൂടെ ഉള്ളത്. അങ്ങനെ സ്നേഹത്തോടെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തിരുകുടുംബം പോലെ, കർത്താവ് ആശീർവദിച്ച മേൽത്തരം വീഴി പോലെ മേൽത്തരമുള്ള ഒരു കുടുംബ ജീവിതമായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുടുംബ ജീവിതമായിട്ട് തീരുമാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. They say the holy water's watered down, and this town's lost its faith. Our colors will fade eventually, so if our time is running out, day after day. ആന്റണി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആഗ്നസിനെ എന്റെ ഭാര്യയെ സ്വീകരിച്ചു. ആഗ്നസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആന്റണിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം ബന്ധം ചേർത്ത് പഠിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾ നമ്മുടെ പിതാവായ ഈശോമിശിഹായെ വിവാഹത്താൽ ബന്ധിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പുരുഷന്മാരുടെ സഭയെ മധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരന്മാരെ ബന്ധിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പരിശീലകർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരാണ് അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
കൃപാവരത്തിന്റെ വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രിലൂടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Make the mundane a masterpiece. Oh my love. I take one look at you, you're taking me out of the ordinary. I want you laying me down till we're dead and buried. On the edge of your knife, staying drunk on your vibe. The angels up in the clouds are jealous knowing we found something so out of the ordinary. You got me kissing the ground of your sanctuary. Shatter me with your touch, oh Lord, return me to dust. The angels up in the clouds are jealous knowing we found hopeless hallelujah on this side of heaven's gate. Oh my life, how do ya breathe and take my breath away? At your altar I will pray, you're the sculptor, I'm the clay. Oh my, you're taking me out of the ordinary. I want you laying me down till we're dead and buried. On the edge of your knife, staying drunk on your vine. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിന്റെ കാരണത്താലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങളുടെ മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും പ്രതിയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. The angels up in the clouds are jealous knowing we found something so out of the ordinary. You got me kissing the ground, sanctuary. Shatter me with your touch, oh Lord, return me to dust. The angels up in the clouds are jealous knowing we found something so heavenly, higher than ecstasy. Whenever you're next to me, oh my, what was in black and white until I saw your light. I thought you had to die to fight something so out. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രവചന സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയും അവിടുന്ന് സന്നിധി നൽകുകയും പരിശുദ്ധാത്മാവിനാൽ കനിവായിരിക്കുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സീവാൻ തകർക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ശക്തനാകട്ടെ. ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ വഴികളും സത്യവിശ്വാസത്തോടെ വെച്ച് ഈ ലോകത്ത് ബന്ധപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ഈ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വയം നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. നിന്റെ സഹോദരനെ കുർബാന ഞങ്ങളോട് പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളിലേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. So out of the ordinary, how are you laying me down to a dead and buried on the edge of your night, staying drunk on your ride. The angels up in the clouds are jealous knowing we നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. വിചാരം കെടാതെ തീ പകർന്നുയരും ഒരാളിൽ എന്നെ എൻ ജീവനാഴ്ന്നലിയേ ഹൃദയതാളം മുരുകിടുന്നു ആരാരും കേൾക്കാതുള്ളിൽ വെണ്ണിലാവിൻ നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. പിടയുന്നില്ലേ നിന്നിലും പറയാനാകാനുംബരം നീരാഴത്തിൽ ആരാരും കാണാമൊത്ത ജനലിലൂടൻ രാക്കിനാവിൽ അരികെ വന്നില്ലേ പുലരുവോളം തമ്മിലോരോ കഥ പറഞ്ഞില്ലേ കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും
തൊട്ടിടാനും തൊടാനും ആയിടാതുലയേ നീലാവായോർമപ്പൂ വീണ പാതകളിൽ ഇടവിടാതെ ഇല പൊഴിഞ്ഞ് പൂവാക പോലെ നമ്മൾ അങ്ങയുടെ സംരക്ഷണത്തിന് തങ്ങളിൽ വരെ കാത്തുകൊള്ളണമേ. അബ്രഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിന് വരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും ആദിസ്ത്യരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ വിശേഷിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെടുവാനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശകളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതികളായ നിങ്ങളെയും ഈ തിരുകുടുംബത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി വിജയിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Keep on trying to find you. You're always on my mind. You're always on my mind. Cold. I keep on trying to hold you. I can't do this all alone. Can't do this all alone. Sometimes I feel like I could run away. Someone give me light, oh, someone make me stay. 'Cause mine says I've grown tall, but I'm just feeling smaller every day.
मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। तेरे नाल प्रीता लाइया, ओ तेरे नाल प्रीता लाइया। वे माही तेनू खबर नहीं, तेरे नाल प्रीता लाइया। वे माही तेनू खबर नहीं, ओ किन्ने साल इंतजार में बिताया।
प्रीता लाइया वे माही तेनू खबर नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। कुछ दिन मेरे यार पुराने की हो गया, की हो गया, की हो गया हो। तेरे नहीं क्यों होश ठिकाने की हो गया, की हो गया, की हो गया हो। कमले नु तेरे होर किसे दी, कमले नु तेरे होर किसे दी। लोड़ ते फिक्र नहीं वे माही तेनू, वे माही तेनू खबर नहीं। तेरे नाल पीता लइया वे माही तेनू खबर नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मेरी खता है कि तुझे पता नहीं।
എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ പോണ്ടിച്ചേരി ഡിഫൻസ് അങ്ങനെ
கிச்சு சுத்தி கிச்சு பொல்லாத பார்வை பல்லால பேச சொக்கி கிச்சு சொக்க வச்சாலே யாரோ கரைச்ச கரையில கண்ணி திடி கத்திரி கழிச்ச காதல கேட்டு வரவா நான் கேட்டு வரவா நான் கேட்டு வரவா நான் காத்தைரவா தரவா अलग तुझ में असर कुछ है के दिखता नहीं मगर कुछ है अलग तुझ में असर कुछ है के दिखता नहीं मगर कुछ है फिदा हूँ मैं तो एक नजर बस एक नजर बस एक नजर तक के लगे भी तो ये और किधर अब और किधर दिल संग तेरे लग के सही वो भी लगे मुझको गलत तुझ में अगर कुछ है अलग तुझ में असर कुछ है तुमसे किरण धूप की तुमसे सियाह रात है तुम बिन मैं बिन बात का तुम हो तभी कुछ बात है तुमसे किरण धूप की तुमसे सियाह रात है तुम बिन मैं बिन बात का तुम हो तभी कुछ बात है
मुझसे थोड़ा तो बेहतर खुदा कसम हुआ हूँ मैं मुझसे है तू ही तू तसव्वुर में है तू ही तू तसव्वुर में कहाँ अपनी खबर कुछ है अलग तुझ में असर कुछ है